ക്ഷേമേണ സൈജോത്സഖ. ഉത്തിഷ്ഠത, എണീക്ക്. എത്ര നേരമായി കിടന്നുറങ്ങുന്നു? അതേ ഭക്ഷണം, അതേ ഉറക്കം, അതേ സ്നാനം, എല്ലാം അതുപോലെ തന്നെ. നാണമാവുന്നില്ലേ? പുനർവിനൈവകരണ. വീണ്ടും വീണ്ടും. മോളെ മങ്ക, എന്തായാലും വെയിലത്തെ ജോലി ചെയ്യുന്നേ, നല്ലൊരു പാട്ടെങ്കിലും പാടിക്കൂടെ? ഉഷാറാവലെന്ന് ഓർത്ത് പറഞ്ഞതാ. അത് തന്നെ. നന്നായി ഉറങ്ങി വീണ്ടും എഴുന്നേറ്റ്. ഇങ്ങനെ എത്ര നാൾ? നീ മാറാതെ പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിൽ മാറ്റമുണ്ടാകില്ലേ മനുഷ്യ? ഇതെല്ലാം എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് ആലോചിക്കൂ മനുഷ്യ. ഉത്തിഷ്ഠത, ആലോചിച്ചു നോക്കൂ മനുഷ്യ. എപ്പോഴും ഇങ്ങനെ ഉറങ്ങിയാൽ എങ്ങനെയാ? ഇതെന്തു പറ്റി? പാട്ട് നിർത്തിയോ? എന്നറിയില്ല ശങ്കാര, മാടത്തെ മലവാഴ കൊലച്ചെന്ന്. ശക്തി, ജസ്റ്റ് മിസ്സായി. ഇല്ലെങ്കിൽ ശക്തിയുടെ അവസ്ഥ ആലോചിക്കാൻ പോലും വയ്യ. പുറത്തേക്ക് വാ, പുറത്തേക്ക് വാ. ഏതാ നീ? ഞാനെന്താ പബ്ലിക് ടോയ്ലറ്റോ അത് ഇലക്ട്രിക് പോസ്റ്റോ? ഇങ്ങനെ നിന്ന് മുള്ള. അല്ല, എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നീ വീടിനകത്ത് കയറിയത്? എന്ത് ധൈര്യത്തിലാ നീ വീടിനുള്ളിൽ കയറിയതെന്ന്? നിന്റെ അഡ്രസ് എന്താ? അഡ്രസ് പറയേ, പെട്ടെന്ന് നിന്റെ അഡ്രസ് പറയടാ. പറയാ. നീ വിട്, ഞാൻ ചോദിക്കുന്നില്ലേ? കൺഫേം. നിനക്കുണ്ട് കൺഫേം. നിങ്ങൾക്കൊന്നും അറിയില്ല. അത് രാത്രിയിൽ നടന്നത് നിങ്ങൾക്ക് അറിയില്ലെന്ന് പറയാൻ വന്നത്. എന്ന് വെച്ചാ രാവിലെ നിന്നോട് പറഞ്ഞില്ലേ രാത്രിയിൽ ഒരുത്തനെ ഇടിച്ച നീവനാ? അത് ഓവറാക്കില്ലേ നീ? ഇതുവരെ നിന്നെ കണ്ടിട്ടില്ല. ആരാണ് നീ? ഞാനൊരു പാവാ. ആരോടെങ്കിലും ഇങ്ങനെ ചോദിച്ച പേരാ പറയാറ്. ഇവനെന്താ ഇങ്ങനെ പാവാന്നൊക്കെ പറയുന്നേ? അതായത് ഞാനൊരു അനാഥനാണെന്നാ. ഓ, ജോലി അന്വേഷിക്കുന്നതിനിടയിൽ രാത്രി തലചുറ്റി വീണതാ. തലയുറ്റി വീണെന്നോ? എന്തിലോ ഇടിച്ച പോലെ തോന്നിയില്ലേ? ഇടിച്ച പോലൊന്നും തോന്നിയില്ല, പക്ഷേ എന്തോ ഭാരമുള്ളത് നെഞ്ചിൽ വീണത് പോലെ തോന്നി. ചുണ്ടിലെന്തോ. നീ മിണ്ടാതിരിക്ക്. ഒന്ന് തന്നാ നീ നിന്റെ നാട്ടിൽ പോയി വീഴും. നിനക്ക് എന്ത് പറ്റിയാലും ഞങ്ങൾക്ക് എന്താ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. പോവാൻ നോക്ക്. അമ്മു, ഞാനിവിടെ ഡീൽ ചെയ്തോണ്ടിരിക്കല്ലേ. എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നോട് ഇനി ഞാൻ സ്പെഷ്യൽ ആയിട്ട് പറയണോ? 2 ദിവസമായിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. പാവം. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തന്നിരുന്നെങ്കിൽ കഴിച്ചിട്ട് ഞാൻ പോയിക്കോളാം. ശരി ശരി, ഞാൻ കൊണ്ടുവരാം. എടുത്ത് കൊടുക്കുമോളെ. ദാ. താങ്ക്സ്. അല്ല, നീ ഏത് നാട്ടിൽ നിന്നാ വരുന്നേ? ഹൈദരാബാദ്. അതിന്റെ അടുത്തുള്ളൊരു ചെറിയ ഗ്രാമത്തിലാ. അവിടുന്നാ? എടാ, നിനക്ക് ഹൈദരാബാദൊക്കെ അറിയാലോ. അവിടെ ഗ്രാമങ്ങളൊക്കെ ഉണ്ടാവോ? പിന്നല്ലാതെ. നാപ്പല്ലി, ചക്കരപ്പല്ലി, കൊക്കടപ്പല്ലി, ഇതൊക്കെ അവിടുത്തെ ഗ്രാമങ്ങളല്ലേ? അതെ. ഹൈദരാബാദിൽ നിന്ന് ജോലിയും തേടി ഇത്രയും ദൂരം എന്തിനാ വന്നത്? മണ്ടക്കേരി വെള്ളം കുടിച്ചോ. അത് പിന്നെ ചെറുപ്പത്തിലെ എന്റെ അച്ഛനമ്മയെ നഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ വളർത്തിയത് എന്റെ ചിറ്റപ്പനാ. ഓ, അദ്ദേഹം എപ്പോഴും പഞ്ച്വാലിറ്റി എന്ന് പറഞ്ഞ് എന്നെ ദ്രോഹിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെട്ട് വന്നതാ ഞാൻ ഇങ്ങോട്ട്. ദയവ് ചെയ്ത് ഈ കാര്യം എന്റെ ചിറ്റപ്പനോട് പറയരുത്. ഞാൻ പറയില്ല. പക്ഷേ നിന്നെ കണ്ട കഷ്ടപ്പെടുന്നവനായിട്ടൊന്നും തോന്നില്ലല്ലോ. നീ എന്നെ കഷ്ടപ്പെടുന്നത് എന്നെ കണ്ടാ തോന്നുവോ? നീ കൊണ്ടുവന്നേ, വാങ്ങോട്ട്. അതെ, പിന്നെ എന്തായാലും നമ്മുടെ പൂന്തോട്ടത്തിനൊരു കാവൽക്കാരൻ വേണം. നീ ഓക്കെ പറഞ്ഞ ഇവനെ ആ പണിക്ക് ഞാൻ ഫിക്സ് ചെയ്യാം. ഇവൻ ആരാ എന്താണെന്നൊന്നും അറിയാതെ എങ്ങനെ ജോലിക്ക് വെക്കാൻ പറ്റുക? നിന്റെ തല വളർന്നിട്ടേ ഉള്ളൂ, ബുദ്ധി വളർന്നിട്ടില്ല. അവനെ കണ്ട ജോലി ചെയ്യുന്നവനായിട്ട് തോന്നുന്നുണ്ട് നിനക്ക്? ഇപ്പോ അവൻ നമുക്കൊരു വേലക്കാരനാവും. അവന്റെ മുഖമൊക്കെ നമ്മൾ എന്തിനാ നോക്കുന്നേ? ആരെങ്കിലും ചോദിച്ചാ ഇവൻ നമ്മുടെ സ്വന്തക്കാരൻ പയ്യനെന്ന് പറഞ്ഞാ പോരെ? എനിക്കും കുറച്ച് ജോലി കുറയും. നീ ഒന്നും പറയണ്ട, ഒന്ന് യെസ് പറഞ്ഞേ. നന്നായി പണിയെടുത്ത മാസക്കണക്കിന് ശമ്പളം. ഞാൻ അമ്മന്ന് പറയണമെന്നാ? പിന്നെ എന്ന് പറഞ്ഞോ? വാ. ശരി, വാ. മോനെ, നിന്റെ പേരെന്താ? കയറാൻ, അലറാൻ, അങ്ങനെയുള്ള റായ? റാം. രാമു. ഓ, രാമു എന്നാണോ? നോക്ക് രാമു, ഇനി മുതൽ നീ ഇവിടുത്തെ ജോലിക്കാരനാ. നിനക്ക് 5000 രൂപ ശമ്പളം തരും. തോട്ടപ്പണി, വീട്ടുപണി നോക്കാതെ എല്ലാ പണിയും ചെയ്തോളാം. എനിക്ക് ഓക്കെ സാർ. ആദ്യം ആ ഷർട്ടിലെ ബട്ടൺസ് ഇട്.
തോട്ടത്തിൽ ഒരു കാക്ക പോലും കയറാൻ പാടില്ല. അതെ. ശരി സാർ. ഹേയ്, ശമ്പളം എത്രയാന്ന് പറഞ്ഞേ? 5000 രൂപ. ആ ശരി ശരി. ദേ ആ കുടിയിൽ പോയി കിടന്നോളണം. അതൊക്കെ ഇരിക്കട്ടെ, ആധാർ കാർഡ് എടുക്ക്. ആധാരം പോലും ഇല്ലാത്തവന് ആധാർ കാർഡ് എങ്ങനെ ഉണ്ടാവാനാ? ഞാനൊന്ന് പറയട്ടെ ബ്രോ, നിനക്ക് ഞാനുണ്ട്. ശരി ശരി, ജോലി തുടങ്ങിക്കോ. നീ ഇനി പുതിയ തുണിയൊക്കെ വാങ്ങുന്നവരെ ഇതിട്ടോ. സന്തോഷായില്ലേ? നീ എന്റെ മോനെ പോലെയാടാ. അമ്മു, വിശക്കുന്നടി. എന്താ ഉണ്ടാക്കിയിരിക്കുന്നേ? കറുകപ്പുല്ലും നത്തക്കയും കൂടി വേവിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലും ഭേദം ചോദിക്കാതിരിക്കുന്നതായിരുന്നു. അയ്യോ, നോക്ക്. ഓയ്, നിന്നെ കണ്ടിട്ട് നീ കൈതിരിച്ച് ജോലിയൊന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അയ്യോ ഇല്ല, ഇതേ കൈ തിരിയുന്നുണ്ട്. ഏയ്, കൈ അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിച്ചാൽ മാത്രം പോരടാ. ശരി, എനിക്ക് വിശക്കുന്നു. പോയി ഭക്ഷണം എടുത്ത് വെക്ക്. ചെല്ലേ ചെല്ലേ. ഓയ്, ഒരു ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം. ഇത്ര പെട്ടെന്ന് എടുത്ത് വെച്ചോളാ. അയ്യോ, എന്ത് പറ്റി? ശക്തി, ശക്തി, എന്ത് പറ്റി ശക്തി? അവൻ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് നോക്ക്. എന്താടി ഇത്? ഇവൻ ഇത്രയും ടാലന്റ് ഉണ്ടായിരുന്നോ? റിയലി ഹീസ് എ ഗോഡ് ഗിഫ്റ്റഡ് ഫെല്ലോ. ഭാഗ്യം അവനോട് കറി വെക്കാൻ പറയാതിരുന്നത്. വേറെ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ. നിക്ക്, അവനെ എന്താ ചെയ്യേണ്ടത് ഞാൻ പറയാം. എടാ രാമു, ഇത് ഓർത്തു വെച്ചോ. ദിവസം 4 നേരം ഈ ചെടിക്കെല്ലാം നല്ല പോലെ വെള്ളം ഒഴിക്കണം. അത് അധികമാവാനും പാടില്ല, കുറയാനും പാടില്ല. മനസ്സിലായോ? 4 നേരോ? പിന്നെന്താ വിചാരിച്ചേ? ചെടികളെ കൊച്ചു കുട്ടികളെ പോലെയാ. നല്ല പോലെ നോക്കണം. എന്താണ് നോക്കുന്നത്? പോ. മോനെ ശക്തി, എന്റെ കയ്യിൽ നിന്ന് വാങ്ങി പൈസ താടാ. പലിശയും കൂടി ചേർത്ത് തന്നേക്കാം. ഇങ്ങനെ ഒരുത്തൻ പൈസ ചോദിക്കുമ്പോ ഓരോ അടവ് പറഞ്ഞു മുങ്ങിക്കോളും. കുടിശ്ശിക തീർക്കാനേ. അമ്മു, അമ്മു, അമ്മു. എന്തിനു രാവിലെ തന്നെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നേ? ആരെങ്കിലും നാട് വിട്ടു പോയോ? അതെ, പോയി. അവൻ ഇവിടുന്ന് ഓടിപ്പോയി. അവനെവിടെ പോവാനാ? ആദ്യത്തെ ദിവസം തന്നെ അവന്റെ ജോലിയൊക്കെ തീർത്തില്ലേ? ആദ്യം മുതലേ എനിക്ക് അവനെ ഡൗട്ടായിരുന്നു. കൂടുതൽ സ്മാർട്ട്നെസ് കാണിച്ചപ്പോഴേ ഞാൻ സംശയിച്ചത് അവൻ ഈ പണിയും കളഞ്ഞു പോകുന്നു. അതെ, ഞാൻ അവന് വെറുതെ വിടാൻ പോകുന്നില്ല. അത് അവന് മനസ്സിലാക്കിയിട്ട് രാവിലെ തന്നെ പോയതായിരിക്കും. ഇതെന്തിനാടാ മുളയൊക്കെ? പന്തല് പണി വല്ലതും എടുത്താ? ഇതുകൊണ്ട് പന്തല് മാത്രമല്ല, വേറെ പലതും ചെയ്യാൻ പറ്റും. കണ്ടറിയാം.
എല്ലാ ചെടികൾക്കും 4 നേരം നല്ല പോലെ വെള്ളം ഒഴിക്കണം. ഇവന് പഠിപ്പൊന്നും ഇല്ലെങ്കിലും നല്ല ബുദ്ധിശാലിയാണെന്നാ തോന്നുന്നത്. ഈ കമ്പോച്ച് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിരിക്കുന്നു, കണ്ടില്ലേ? അതും ഒരു പൈസ ചെലവില്ലാതെ. അതെ. ഇവനീ ചെയ്ത പോലെ നമ്മൾ വിചാരിച്ചാലും നടക്കും 100 കാര്യങ്ങൾ. നിർത്ത്. ഇവൻ വലിയ ബുദ്ധിശാലി ആയതുകൊണ്ട് എല്ലാരും ഇവനെ തന്നെ നോക്കുന്നത്. അമ്മോ, തോട്ടത്തിൽ നിന്ന് ഇളനീര് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരെണ്ണം വെട്ടിത്തരട്ടെ? ശരി. ഇപ്പൊ എന്റെ ടാലന്റ് കാണിക്കാടാ. നിർത്തടാ, നീ എന്തിനങ്ങനെ കഷ്ടപ്പെടുന്നേ? ഞാനിവിടെ ഉണ്ടല്ലോ. പോ ചെല്ല് ചെല്ല് ചെല്ല്. വിട്ടോ 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 വിട്ടോ. നമ്മൾ ആരാന്നാ കരുതിയിരിക്കുന്നേ? ഒറ്റയടിക്ക് 4 പീസാവണം. കണ്ടോടാ. ഒന്നുകൂടി ട്രൈ ചെയ്യുന്നു. ആകാശവാണി ഇനി കേൾക്കാൻ പോകുന്നത് ഹൃദയഗീതങ്ങൾ. എന്താ ഇവൻ ഇങ്ങനെ നോക്കുന്നത്? ഇവനെന്താ പെട്ടെന്നൊരു മാറ്റം? എന്തിനാടിയ രാവിലെ തന്നെ റീൽസ് ഒക്കെ എടുക്കുന്നേ? കുറച്ചു നേരത്തേക്കെങ്കിലും ഇൻസ്റ്റഗ്രാമിന് ബ്രേക്ക് കൊടുക്ക്. ശരി ശരി. ഏയ്, എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? അതായത് ഒരുപാട് നാളായി. ആ, അതിന്? ഞാൻ ആകെ ഒരു പ്രാവശ്യം അത് ചെയ്തിട്ടുള്ളൂ. അയ്യോ, ഇവൻ. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ? ആ, തെറ്റിദ്ധരിക്കില്ലെങ്കിൽ നല്ല മനസ്സോടുകൂടി എനിക്ക് ചെയ്തു തരുമോ? ഏയ്, മതിയാക്ക്. ഭ്രാന്താണോ നിനക്ക്? എന്തൊക്കെയാ പറയുന്നേ? എന്നെ പറ്റി നിനക്ക് അറിയില്ല. കരാട്ടയില് ഞാനേ റെയിൻബോ ബെൽറ്റാ. ബൊമ്മന്നൊരു കുത്തുന്ന നീ ശ്വാസം വിടില്ല. ഞാനൊരു കോഫിയല്ലേ ചോദിച്ചുള്ളൂ, എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? ആ, അപ്പൊ നീ ഇത്ര നേരം ചോദിച്ചത് കോഫി ആയിരുന്നോ? ആ, നീ എന്താ വിചാരിച്ചേ? അല്ല, നീ എന്തിനാ വീട്ടിലുള്ള ആളെ പോലെ കോഫിയൊക്കെ ചോദിക്കുന്നേ? പണിക്കാരന്റെ സ്ഥാനത്ത് നിക്ക്. കുഴപ്പമില്ല, ആ പോസ്റ്റിനേക്കാൾ ഈ പോസ്റ്റാ ബെറ്റർ. അതിന് കോഫി നീ തരണമെന്നില്ല, മങ്കിയോട് ചോദിച്ചാൽ തരുമല്ലോ. എന്താ മങ്ക? കോഫി മാത്രമല്ല, ടിഫിനും ഉണ്ടാക്കി തരാം. അവളോ? എന്നെ പോലെ കോഫി ഉണ്ടാക്കണമെങ്കിലേ 10 വർഷമെങ്കിലും കോഫി ഡേയിൽ ജോലിക്ക് നിൽക്കണം. അവക്കിതൊന്നും അറിയില്ല. ഇതുപോലെ കോഫി ഉണ്ടാക്കാനേ 15 വർഷം കോഫി ഷോപ്പിൽ ജോലി ചെയ്യണം.
നീ അടിച്ചവന്റെ കണ്ണിന് ബ്ലാക്ക് ഫംഗസ് ആയെന്നും പറഞ്ഞ് ഡോക്യുമെന്റ് ഒക്കെ ഉണ്ടാക്കി കേസ് ക്ലോസ് ചെയ്യാൻ ഞാൻ പെട്ട പാട് എനിക്ക് മാത്രം അറിയൂ. നിങ്ങളുള്ളതുകൊണ്ടല്ലേ ഞാൻ ഈ സ്റ്റേഷനിൽ സേഫ് ആയിട്ടിരിക്കുന്നത്. നിങ്ങൾ സമ്പാദിക്കുന്ന വെച്ച് നോക്കുമ്പോ ഇതൊക്കെ എന്ത് ആനയാടുമ്പോഴുള്ള വ്യത്യാസമുണ്ട്. ഓ IG വിളിക്കുന്നുണ്ട്. ശരി, പുതിയ കേസ് വല്ലതും ഉണ്ടെന്ന് ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ഏടോ നായിഡോ, മൊത്തത്തിൽ നിങ്ങളുടെ സ്റ്റേഷനിൽ 2 അടിപിടി ഒത്തുതീർപ്പുകളൊക്കെ അല്ലേ ഉള്ളൂ. നിനക്ക് ആവശ്യമുള്ളതും അത് തന്നെയല്ലേ. കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്യ്, പുതിയൊരു കേസ് വന്നിട്ടുണ്ട്. ഒരു പുതിയ പയ്യനാ, പേരൊഴിച്ചവൻ വേറൊന്നും പറഞ്ഞിട്ടില്ല. കണ്ടിട്ട് അവൻ പാവാന്നാ തോന്നുന്നത്. അവന്റെ ഒരു അവസ്ഥ. അതിന് ലോക്കപ്പ് കേസ് എന്നൊക്കെയല്ലേ പറയണ്ടേ. സാർ, നിങ്ങളെന്താ ഇവിടെ ലോക്കപ്പിന്റെ അകത്തിട്ടിരിക്കുന്നു? സാർ, എന്താ സാർ ഇവിടെ എന്താ സംഭവിച്ചേ? എടോ, എന്തിനാ അദ്ദേഹത്തെ ഇവിടെ ഇട്ടിരിക്കുന്നേ? എന്താ സാർ ഇത്? എന്താ ഇതൊക്കെ? ആരാ ഇവൻ? എടോ, തനിക്ക് ബോധമില്ലടോ. ആരാ ഇദ്ദേഹത്തെ അകത്തിട്ടത്? സാറേ, എന്തൊരു മിസ്കമ്മ്യൂണിക്കേഷൻ നടന്ന. സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒരു 2 മിനിറ്റ് സമയം തന്നാ മതി. എടോ, ഈ സെൽ ഓപ്പൺ ചെയ്തേ. ആരാ ഇത്? ഓപ്പൺ ചെയ്യും പറയണ സാർ, ഇവൻ ആരാണ്? തീരുമാനമായിടും. ഇത് ആരാണെന്നൊന്ന് പറഞ്ഞൂടെ? ഞാൻ ഓപ്പൺ ചെയ്യാന്ന്. എന്താ സാർ വേണ്ടത്? ടീ, കോഫി, കൂൾ ഡ്രിങ്ക്സ്? എനിക്കൊന്നും വേണ്ട സാർ, എന്നെ പോകാൻ ഇങ്ങോട്ടൊന്ന് വന്നേ സാറേ, പറയട്ടെ. ഞാൻ തൊഴുതു ചോദിക്കുക, ഒന്ന് പറയൂ സാർ, ഏതാ ഈ പയ്യൻ? എന്തൊക്കെയാടോ പറയുന്നേ? താൻ സീനിയർ ആയിട്ടൊന്നും എനിക്ക് അറിയില്ലേ. അദ്ദേഹത്തിന്റെ ദേഹത്ത് കൈവച്ചെന്ന് അങ്ങനെ അറിഞ്ഞാ താനും ഉണ്ടാവില്ല, തന്നെ സ്റ്റേഷനും ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ അച്ഛൻ നിങ്ങളെയൊക്കെ ഒറ്റയടിക്ക് തീർത്തുകളെ. ടച്ച് ചെയ്തില്ലല്ലോ. ടച്ച് ചെയ്യുന്നൊക്കെ പോട്ടെ സാർ, എനിക്കൊന്നും അറിയില്ല സാർ. ആ ഉള്ളിലിരിക്കുന്ന ദരിദ്രവാസിയായി ഈ പണിയെല്ലാം ചെയ്ത് ഞാൻ റിട്ടയർ ആകുന്ന സമയമാ സാർ. എന്നെ ഇതിൽ ഇൻവോൾവ് ആക്കല്ലേ സാറ്. എന്താ റിട്ടയർ ആവുമ്പോ അതെ സാർ. ആദ്യം എക്സ്പയർ ആവാൻ നോക്കിക്കോ. പോയി എന്നിട്ട് CIA വിളിക്ക്. ചെല്ലടോ, പുറത്തേക്ക് വരാൻ പറ. സാർ, ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താ? എൻ്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ കരുതിയില്ല. നല്ല രീതിയിലൊരു സർവീസ് സെൻഡ് ഓഫ്, നല്ല ശമ്പളം, മനോഹരമായൊരു റിട്ടയർമെന്റ്. ആ സ്വപ്നമെല്ലാം ദരിദ്രവാസി നശിപ്പിച്ചു. ഇനി ഒന്നും പഴയതുപോലെ ആവുമെന്ന് തോന്നുന്നില്ല. Nothing to worry, sir. അകത്തിട്ടിരുന്ന ഇവനെ പിടിച്ച് ആരാടാ ഇവിടെ ഇരിക്കുന്നത്? എടാ, നിന്നെ എന്താ ചെയ്യേണ്ടെന്നറിയോ? തലമണ്ടിക്കിട്ടോളം തന്നാലുണ്ടല്ലോ. എടാ, വിവരം കേട്ടവനെ, ഇവന്റെ മേത്ത് കൈവെക്കല്ലേ, കൈവെക്കില്ലെന്ന് പറഞ്ഞിട്ട് കൈവച്ചില്ലേ? ഇപ്പൊ എന്തായി? അവന്റെ അച്ഛൻ ഏതോ വലിയ മനുഷ്യനാണെന്ന് ഇനിയുണ്ടല്ലോ. എന്തൊക്കെയാ കാണിക്കുന്നത്? അതേക്കോ ഞാൻ പറയാം. സാർ, സോറി സാർ, റോങ് ഇൻഫർമേഷൻ ആയതിനാൽ അഡ്രസ് മാറി നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കയറിയതാ. ഒരു ചെറിയ തെറ്റ് പറ്റി. എന്താടാ ചെറിയ തെറ്റോ? ഇതാണോ ചെറിയ തെറ്റ്? കാല് പിടിക്കേ, ആദ്യം കാല് പിടിക്കാൻ നോക്ക. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം സാർ, പ്ലീസ്. നിങ്ങൾ വാ തുറന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടി വരില്ലായിരുന്നു. ഞാൻ വേണമെങ്കിൽ അവിടെ ഒന്ന് മാഡത്തിനോട് സോറി പറയാം. നിങ്ങൾ പൊയ്ക്കോളൂ സാർ.